ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ. ഈ ദിവസത്തിൽ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോയുടെ വലിയൊരു ആഹ്വാനമാണ്. നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ എന്ന് പറയുന്നത് പരിപൂർണ ഒരു വ്യക്തിത്വമാണ്. ഈശോ പറയുകയാണ്, അതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വിശുദ്ധിയിലായിരിക്കുവാനായിട്ട്, നിറവിലായിരിക്കുവാനായിട്ട് ഒരു വലിയ ക്ഷണമാണ് നിൻ്റെ കർത്താവ് നിനക്ക് തരിക. എങ്ങനെയാണ് അത് നിൻ്റെ ജീവിതത്തിൽ സാധിക്കുക? അത് അവനെ കൂട്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന. ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചാൽ, നീ ചേർത്ത് പിടിച്ചാൽ, ആ ചേർത്ത് പിടിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ നിനക്ക് വിശുദ്ധിയിലായിരിക്കാൻ പറ്റും, നിനക്ക് പരിപൂർണയിലായിരിക്കാൻ പറ്റും. ഈശോയുടെ ഈ ആഹ്വാനത്തെ നിൻ്റെ ജീവിതത്തിൽ വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാ കൃപകളും ഈ വ്യക്തിക്ക് നീ നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവം.